Hi all, welcome to Sena. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സ് കോർ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മെക്കാനിക്സ് 1. സോ ആദ്യം തന്നെ സിലബസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ടോട്ടൽ 3 യൂണിറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ന്യൂട്ടൺസ് ലോ, സെക്കൻഡ് യൂണിറ്റ് വർക്ക് എനർജി ആൻഡ് ആംഗുലാർ മൊമെൻറ്റം, തേർഡ് യൂണിറ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഫസ്റ്റ് യൂണിറ്റിലാണ്. ന്യൂട്ടൺസ് ലോയിൽ 22 മാർക്സാണ് ടോട്ടൽ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് യൂണിറ്റിൽ 18ഉം തേർഡ് യൂണിറ്റിൽ 20 മാർക്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻക്ലൂഡിങ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ 4 പാർട്ടായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് ABCD. എ പാർട്ടിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ബി പാർട്ടിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഔട്ട് ഓഫ് 8, 6 യു ഹാവ് ടു അറ്റൻഡ്. ആൻഡ് തേർഡ് പാർട്ടിൽ, സി പാർട്ടിൽ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി ഉണ്ടാവുക. ഔട്ട് ഓഫ് 6 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ആൻഡ് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ പാർട്ട് ഡിയിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഔട്ട് ഓഫ് ദാറ്റ് 2 വി ഹാവ് ടു അറ്റൻഡ്. സോ ടോട്ടൽ 40 മാർക്സിൻ്റെ പേപ്പറാണ്. ആൻഡ് സ്റ്റാർട്ടിങ് വിത്ത് ദ സിലബസ്. ഫസ്റ്റ് യൂണിറ്റിൽ സിലബസ് ഒന്ന് പറഞ്ഞു പോവാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നുള്ള ടോപ്പിക്ക് ന്യൂട്ടൺസ് 3 ലോസ്, 3 ലോസ്, ആൻഡ് ഫ്രൈറ്റ് ട്രെയിൻ കൺസ്ട്രെയിൻസ് ആൻഡ് വാട്ട് എൽസ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, സ്പ്രിംഗ് ബ്ലോക്ക്. ഇതൊക്കെയാണ് മെയിനായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യേണ്ട ടോപ്പിക്സ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ സിലബസ്. ഫസ്റ്റ് യൂണിറ്റ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോവാം. ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്ന സമയത്ത് ന്യൂട്ടൻ്റെ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ സൈഡ് ഓഫ് മെക്കാനിക്സ്, ഇൻക്ലൂഡിങ് ലോസ് ഓഫ് മോഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻസ് ഇൻ വേവ് ഒപ്റ്റിക്സ്, ഇതൊക്കെയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ വരുന്നത്. പക്ഷേ ഇതിൽ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ലോസ് ഓഫ് മോഷൻ, 3 ലോസ് ഓഫ് മോഷൻ ആൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ്. ഇക്വേഷൻ ഓഫ് മോഷൻ V = U + AT, S = UT + ½ AT square, V square is U square + 2AS. ഈ 3 ഇക്വേഷൻസ് ഈ ചാപ്റ്ററിൽ, ഈ യൂണിറ്റിൽ അങ്ങത്തോളം കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്ത് വരുന്ന 3 ഇക്വേഷൻസ് ആണ്. സോ ഇത് ഓർമ്മയുണ്ടാവണം. ആൻഡ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ 2 ലിമിറ്റേഷൻസ് പറഞ്ഞു പോവുകയാണെങ്കിൽ, അറ്റോമിക് ഡയമെൻഷൻ ഓൾമോസ്റ്റ് 10⁻⁻10 സൈസിലുള്ള ആറ്റംസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് സാധിച്ചിട്ടില്ല. ആൻഡ് റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിനെ സോൾവ് ചെയ്യാനും ന്യൂട്ടോണിയൻ മെക്കാനിക്സ് സാധിച്ചിട്ടില്ല. അതായത് ലൈറ്റിൻ്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിളെ എക്സ്പ്ലെയിൻ ചെയ്യാനും ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സിനും ക്ലാസിക്കൽ ഫിസിക്സും മോഡേൺ ഫിസിക്സും രണ്ടിൻ്റെയും ഡിഫറൻസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സും പിന്നെ മാക്സ്വെൽസ് ഇലക്ട്രോഡൈനാമിക്സ് തിയറി, ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇതിന് രണ്ടിനും റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളോ അല്ലെങ്കിൽ അറ്റോമിക് ഡയമെൻഷനിലെ പാർട്ടിക്കിളിനോ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മോഡേൺ ഫിസിക്സിൽ ക്വാണ്ടം ഫിസിക്സും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഈ 2 ലിമിറ്റേഷൻസും ഓവർകം ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റാർട്ടിങ് വിത്ത് സിലബസ്, ദാറ്റ് ഈസ് ലോസ് ഓഫ് മോഷൻ. എന്താണ് ലോസ് ഓഫ് മോഷൻ? ന്യൂട്ടൻ്റെ 3 ലോസ് ഓഫ് മോഷൻ ഉണ്ട്. ഫസ്റ്റ് ലോ, ലോ ഓഫ് ഇനേർഷ്യ, ആൻഡ് സെക്കൻഡ് ലോ ഇസ് ഫോഴ്സ് ലോ, തേർഡ് ലോ ഇസ് ആക്ഷൻ റിയാക്ഷൻ ലോ. സോ ഇത് +1 മുതൽ പഠിച്ചു വരുന്ന സാധനമാണ്. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മോഷൻ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവലാണ് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. ആൻഡ് ലോസ് ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സ്പേസിൽ ഫ്രീ ഫ്രം ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആയിരിക്കണം. ഫ്രീ ഫ്രം ലൈക്ക് ഫ്രിക്ഷൻ, വിസ്കോസിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഫോഴ്സിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിൽ മാത്രമേ ഈ ലോസ് ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ ലീനിയർ എയർ ട്രാക്ക്. ഇതിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കണം. ലീനിയർ എയർ ട്രാക്ക് എന്നുള്ളൊരു ഡിവൈസ് കൊണ്ടാണ് ലോസ് ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പേരൊന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ആൻഡ് വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? ഈ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇസ് നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? An isolated system either remains at rest or state of uniform motion along a straight line unless compelled by an external force. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ റെസ്റ്റ്. ഒന്നുകിൽ അത് റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ അത് മോഷനിലായിരിക്കും. അതും എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതെ അത് നീങ്ങുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് നിൽക്കുകയോ ചെയ്യില്ല. അതാണ് ഫസ്റ്റ് ലോ
എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ലോ പറയുന്നത് ഇനേഷ്യ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. വാട്ട് ഈസ് ഇനേഷ്യ? ഇനേഷ്യ എന്താണ്? ടെൻഡൻസി ഓഫ് എ ബോഡി ടു മൂവ്, ടു ബി അറ്റ് റെസ്റ്റ് ഓർ അറ്റ് യൂണിഫോം മോഷൻ. അതായത് +1 മുതൽ കേട്ട് വരുന്ന ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കും. ബസ്സിൽ യൂണിഫോം സ്പീഡിൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു, പെട്ടെന്ന് ഡ്രൈവർ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ മുമ്പോട്ട് ആയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസിനെയാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇനേഷ്യൽ ഫ്രെയിം? സപ്പോസ് ഒരു ആള് ഒരു എ എന്ന് പറഞ്ഞ ഒരാൾ ഒരു VA വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്, ആക്സിലറേഷൻ 0 ആണ്. ഈ കേസിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 ആകുമ്പോൾ എന്താ, ആ ഫ്രെയിം ഓഫ് റെഫറൻസിൽ അയാളൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി രണ്ടാമതൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതേ ആളെന്നെ ഒരു ആളെന്നെ VA വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അയാളെ തൊട്ട് പുറകെ ഒരാൾ B എന്ന് പറഞ്ഞ ഒരാൾ VB വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം രണ്ടും കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. രണ്ട് കേസിലും ആക്സിലറേഷൻ 0 ആണ്. ഈ രണ്ട് കേസിലും ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് തന്നെ ബീനെ സംബന്ധിച്ചിടത്തോളം എന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതായത് എക്ക് ആക്സിലറേഷൻ ഇല്ല, റിലേറ്റീവ് ആക്സിലറേഷനും 0 ആയിരിക്കും. ഈ കേസും ഇനി മൂന്നാമതൊരു കേസിൽ രണ്ടും VA ഈക്വൽ ടു VB. ഈ ഒരു കേസിലും ആക്സിലറേഷൻ 0 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ? ബീനെ സംബന്ധിച്ചിടത്തോളം എയുടെ വെലോസിറ്റി 0 ആണ്. കാരണം റിലേറ്റീവ് വെലോസിറ്റി VA മൈനസ് VB എന്ന് പറയുന്നത് 0 ആണ്. രണ്ട് വെലോസിറ്റിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആ കേസിലും ആക്സിലറേഷൻ 0 ആണ്. അതായത് ഈ പറഞ്ഞ മൂന്ന് കേസിലും ആക്സിലറേഷൻ 0 ആയിട്ടുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് ആക്സിലറേഷൻ 0 ആയിട്ടുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഒബേ ചെയ്യുന്ന എല്ലാ ഫ്രെയിമിനെയും ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് പറയുന്നത്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അംഗീകരിക്കുന്ന എല്ലാ ഫ്രെയിമും ഇനേർഷ്യൽ ഫ്രെയിമാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് പോവാം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ഓർ ബൈ ആൻ ഒബ്ജെക്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം. അതായത് എന്താ, F ഇസ് പ്രൊപ്പോർഷണൽ ടു dp/dt. എഫും പിയും വെക്റ്ററാണ്, അത് നോട്ട് ചെയ്യണം. ആൻഡ് ഈ സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് മാസും ഫോഴ്സും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? മാസ് ഇസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ ബോഡി എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ. അതായത് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ എന്നെ മൂവ് ചെയ്യിക്കണ്ട എന്ന് പറയുന്ന ആ റെസിസ്റ്റൻറ്റ് ഫോഴ്സ് തന്നെയാണ്, ആ റെസിസ്റ്റൻസിനെയാണ് മാസ് എന്ന് പറയുന്നത്. ഫോഴ്സ് എന്താണ്? പുഷ് ഓർ പുൾ വിച്ച് മേക്സ് ആക്സിലറേഷൻ ഓൺ ദ ഒബ്ജെക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പുഷ്, ആ ഒരു പുഷിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് പുഷ് ഓർ പുൾ വിച്ച് മേക്സ് ആക്സിലറേഷൻ ഓൺ ദ ഒബ്ജെക്റ്റ്. അപ്പം ഈ സെക്കൻഡ് ലോ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അതായത് എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു dp/dt. രണ്ടും വെക്ടറാണ്. പി എന്താണ്? mv. അപ്പം എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു d/dt ഓഫ് mv. എം കോൺസ്റ്റന്റ് ആണ്, എം നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പം m dv/dt. dv/dt എന്താ? ആക്സിലറേഷൻ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു ma. k ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, അതിനെ 1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം എഫ് ഇസ് ഈക്വൽ ടു ma. ഇതാണ് സെക്കൻഡ് ലോന്റെ ഇക്വേഷൻ. എഫ് ഇസ് ഈക്വൽ ടു ma. ഈ സാധനം പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്, എഫ് ഇസ് ഈക്വൽ ടു ma. നൗ കമ്മിങ് ഓവർ ടു ദ തേർഡ് ലോ ഓഫ് മോഷൻ. തേർഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ എന്താ? ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നതായിരിക്കും എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് മാത്രമേ എല്ലാവർക്കും ഓർമ്മയുണ്ടാവൂ. അതാണ് ഈ തേർഡ് ലോ ഓഫ് മോഷൻ. ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം ഒരിക്കലും ഈ ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ആയി പോകുന്നില്ല. എല്ലാ കേസിലും ഇത് ക്യാൻസൽ ആയി പോകുന്നില്ല. അതായത് ഇത് രണ്ടും ആക്ട് ചെയ്യുന്നത് വേറെ വേറെ ബോഡിയിലായിരിക്കും. ഒരു ബോഡിയിൽ ആക്ഷൻ നടക്കുന്ന ബോഡിയിലായിരിക്കണം എന്നില്ല റിയാക്ഷൻ നടക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് റോക്കറ്റ് പ്രൊപ്പൽഷൻ നടക്കാം. റോക്കറ്റ് പ്രൊപ്പൽഷനിൽ രണ്ട് കേസ് ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
ബേണിംഗ് ഓഫ് ഫ്യൂവൽ. ആ ബേണിംഗ് ഫ്യൂവല് എയറിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സാണ് ഇവിടെ ആക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. റിയാക്ഷൻ എന്താണ്? എയർ റോക്കറ്റിലേക്ക് കൊടുക്കുന്ന അപ്വേർഡ് ത്രസ്റ്റിനെയാണ് അതിനെയാണ് റിയാക്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ആക്ഷൻ കൊടുക്കുന്നത് എയറിലേക്കും റിയാക്ഷൻ കൊടുക്കുന്നത് റോക്കറ്റിലേക്കുമാണ്. അപ്പം രണ്ടും അവിടെ ക്യാൻസൽ ആയി പോകുന്നില്ല. അതാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. അപ്പം ഈ തേർഡ് ലോ ഓഫ് മോഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഒബ്ജക്റ്റ് ഓൺ ദ ടേബിൾ. ഈ ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു പെണ്ണ് ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പെണ്ണിൻ്റെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. അത് താഴേക്ക് ആക്ട് ചെയ്യും, mg താഴേക്ക് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു റിയാക്ഷൻ ഫോഴ്സ് മുകളിലേക്കും ഉണ്ടാകും. ആ റിയാക്ഷൻ ഫോഴ്സ് നോർമലായിട്ട് മുകളിലേക്ക് ആക്ട് ചെയ്യും. പിന്നെ ബേർഡ്സ് വൈൽ ഫ്ലൈയിങ് അപ്വേർഡ്. ബേർഡ്സ് ഫ്ലൈ ചെയ്യുമ്പോൾ അവരുടെ വിങ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെ. അപ്പം ഇങ്ങനെ എന്താ, താഴേക്കാണ് ആ വിങ്സ് ഫോഴ്സ് കൊടുക്കുന്നത്. എയറിലേക്ക് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എയർ അപ്വേർഡ് ആയിട്ടൊരു റിയാക്ഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് അത് മുകളിലേക്ക് ഇങ്ങനെ പാറിപ്പോകുന്നത്. അപ്പം തേർഡ് ലോ ഓഫ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ 2 മാസ് ഉണ്ട്. M1 2 രണ്ട് ഒബ്ജക്റ്റ് 1 2. ഒന്നിൻ്റെ മാസ് M1 ആണ്, രണ്ടാമത്തെ മാസ് M2 ആണ്. അപ്പം 1 2 കൊടുക്കുന്ന ഫോഴ്സ് ആണ് F21. 2 1 കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് F21. അതേപോലെ തിരിച്ച് 1 2 കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് F21. അപ്പം അല്ല F12, സോറി, F12. അപ്പം F12ഉം തേർഡ് ലോ പറയുന്നത് എന്താണ്? F12ഉം F21ഉം രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലോ ഇവിടെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? F21 എന്ന് പറയുന്നത് M1 A1ഉം F12 എന്ന് പറയുന്നത് M2 A2ഉം ആയിരിക്കും. ഇത് ഇക്വേറ്റ് ചെയ്താൽ ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? M1 A1 ഈക്വൽ ടു M2 A2. അതിൽ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ എടുക്കാൻ പറ്റും. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്നാ, റേഷ്യോ ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് റെസിപ്രോക്കൽ ഓഫ് ദ മാസസ്. M1 by M2 is equal to A2 by A1. ഇങ്ങനെയൊരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും തേർഡ് ലോ ഓഫ് മോഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ഇനേർഷ്യൽ ഫ്രെയിം എന്താണെന്ന് പറഞ്ഞു. ആക്സലറേഷൻ 0 ആയിട്ടുള്ള എല്ലാ ഫ്രെയിമും ഇനേർഷ്യൽ ഫ്രെയിമാണ്. എന്നാൽ ആക്സലറേഷൻ ഇല്ല ഫ്രെയിമോ, അതാണ് ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. അതായത് ഫ്രെയിം ഓഫ് റെഫറൻസ് വിച്ച് ഈസ് ആക്സിലറേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റ്. ആ ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഫ്രെയിം മൂവ് ചെയ്യുമ്പം ആക്സിലറേഷൻ ഉണ്ട്. അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലല്ല മൂവ് ചെയ്യുന്നത്. അതിനെയാണ് ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കുന്നത്. അപ്പം വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഒബേ ചെയ്യാത്ത എല്ലാ ഫ്രെയിമിനെയും നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കും. അപ്പോൾ വേറൊരു ഫോഴ്സ് നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഫിക്ഷസ് ഫോഴ്സ്. അതായത് ഇമാജിനറി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഇസ് ഒബ്സർവ്ഡ് വിത്ത് റെസ്പെക്ട് ടു എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഇമാജിനറി ഫോഴ്സ്, അതിനാണ് ഈ ഫിക്ഷസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ എടുക്കുന്നതാണെങ്കിൽ ബസ്സിൽ മൂവ് ചെയ്യുന്ന കേസ് തന്നെ എടുക്കാം. ഇവിടെ ഒരാൾ നിൽക്കുക, അല്ലെങ്കിൽ ഒരു മരമുണ്ട് ഇവിടെ. ഈ മരം ഒരു ബസ്സിൽ പോകുന്ന ഒരാൾ ഈ മരത്തിനെ വീക്ഷിക്കുന്നു എന്ന് വിചാരിക്കും. ഈ മരത്തിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ബസ് ഒരു ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. A0 = 0 ആണ്. A0 = 0 എന്ന് വെച്ചാൽ ഇതൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ്. ഈ ബസ് ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ്. ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാൾ ഇതിനെ ഒബ്സർവ് ചെയ്യുന്ന കേസിൽ ഈ ബസ് മുമ്പോട്ട് നീങ്ങിയത് ഒബ്ജക്റ്റ് സ്റ്റേഷനറിയാണ്, മരം സ്റ്റേഷനറിയാണ്. അപ്പം നമുക്ക് എന്താ ഫീൽ ചെയ്യുക? മരം പുറകോട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യും. ആ പുറകോട്ട് പോകുന്നത് ശരിക്കും അത് പുറകോട്ട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു ഇമാജിനറി ഫോഴ്സാണ്. ആ ഇമാജിനറി ഫോഴ്സിനെയാണ് ഫിക്ഷസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയിട്ടുണ്ടാകുന്ന സമയത്ത് ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ വെച്ച് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൽ അനുഭവിക്കുന്ന ഇമാജിനറി ഫോഴ്സാണ് ഫിക്ഷസ് ഫോഴ്സ്.
അപ്പം മരത്തിൻ്റെ ബസ്സിൽ പോകുന്ന ഒരാളെ കേസ് നമുക്ക് ഇതിൽ എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇനി റൊട്ടേറ്റിംഗ് ഫ്രെയിമിൻ്റെ കേസിൽ വാട്ട് ഈസ് ദിസ് ഫിക്ഷസ് ഫോഴ്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു റൊട്ടേറ്റിംഗ് ഫ്രെയിം, എല്ലാ റൊട്ടേറ്റിംഗ് ഫ്രെയിമും നോൺ ഇനേഴ്ഷ്യലാണ്. കാരണം എന്താ, എല്ലാ പോയിന്റിലും റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് വെച്ചാൽ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പം എല്ലാ പോയിന്റിലും അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ അതിൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആക്സിലറേഷൻ സീറോ ആവുന്നില്ല. ആക്സിലറേഷൻ സീറോ ആവാത്തതുകൊണ്ട് തന്നെ അത് നോൺ ഇനേഴ്ഷ്യൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫോഴ്സിനാ, ഫിക്ഷസ് ഫോഴ്സിൻ്റെ കേസ് ഓഫ് റൊട്ടേറ്റിംഗ് ഫ്രെയിമിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതായത് ഫിക്ഷസ് ഫോഴ്സ് when it is observed with respect to a rotating frame directed away from the center. അതായത് ഈ ഫിക്ഷസ് ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എപ്പോഴും സെൻറ്ററിൽ നിന്ന് എവേ ആയിട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ എന്താണ്, A0 is R omega square. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സ് എടുത്താൽ എന്നാ A0, സെൻട്രിപെറ്റൽ ഫോഴ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ ആണ്. അപ്പം A0 അതിൻ്റെ വാല്യൂ എന്താണ്, -R ഒമേഗ സ്ക്വയർ ആണ്. അതിൻ്റെ നെഗറ്റീവാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ആക്സിലറേഷൻ, അതായത് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് എക്സാമ്പിളായിട്ട് 2-3 കേസ് എടുക്കാൻ പറ്റും. കോറിയോളസ് ഫോഴ്സ്, അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്, അപ്പോൾ പറയാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗ് ആണ്. എല്ലാവരും കെമിസ്ട്രി സോൾട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് സെൻട്രിഫ്യൂഗ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത് അതെന്തുകൊണ്ടാണ്, പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഇനിയൊരു ആസ്ട്രോനോട്ട് ഇൻ സ്പേസ് എടുക്കാം. 2 ആസ്ട്രോനോട്ട് സ്പേസിലുണ്ട്, രണ്ടാളും കമ്പ വലിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു കയറുണ്ട്, ഒരാൾ A ഇപ്പുറത്തെ സൈഡിലുണ്ട്, B അപ്പുറത്തെ സൈഡിലുണ്ട്, രണ്ടാളും കൂടി കയർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. ആര് ജയിക്കും നോക്കാം. അപ്പം എൻ്റെ മാസ് ബീനെക്കാട്ടിയും കുറച്ചുകൂടി ഹെവിയർ ആണ്. അപ്പം MA ഗ്രേറ്റർ ദാൻ MB ആണ്. ഇതാണ് കയറ്. ഈ കയറിൽ ഓപ്പോസിറ്റ് ഇവിടെ B ഉണ്ട്, ഇവിടെ A ഉണ്ട്. രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ടേക്കും വലിക്കുന്നുണ്ട്, A ഇങ്ങോട്ടേക്കും വലിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഈ സൈഡിലേക്ക് വലിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അതായത് FA പ്രൈം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. തിരിച്ച് അതേപോലെ B സൈഡിലും FB പ്രൈം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം FA പ്രൈം എന്ന് പറയുന്നത് FA ആയിരിക്കും. അതേപോലെ FB പ്രൈം എന്ന് പറയുന്നത് FB ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ നോക്കുന്നില്ല, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ എന്ന് വിചാരിക്കുക. അപ്പം ടോട്ടൽ ഇതിൽ റോപ്പിന് ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്താണ്, AR. ടോട്ടൽ റോപ്പിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ AR ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ടോട്ടൽ റോപ്പിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് MRAR ആയിരിക്കും. MR എന്ന് പറയുന്നത് മാസ് ഓഫ് ദ റോപ്പാണ്. അപ്പം MRAR എന്ന് പറയുന്നത് FA മൈനസ് FB ആയിരിക്കും. ഓക്കെ, ടോട്ടൽ FA ഇങ്ങോട്ടേക്ക് വലിക്കുന്ന ഫോഴ്സും B അങ്ങോട്ടേക്ക് വലിക്കുന്ന ഫോഴ്സും മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ ഈ റോപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മാസ് ഓഫ് ദ റോപ്പ് ഇവിടെ നമ്മൾ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം MA ഈസ് അപ്രോക്സിമേറ്റ്ലി 0 എന്നുള്ള കേസാണ് ഇവിടെ എടുക്കുന്നത്. കാരണം ആസ്ട്രോനോട്ട്സ് ഇൻ സ്പേസ് ആണ്. ആൻഡ് ഇത് 0 ആയിട്ട് എടുത്തു. അപ്പോൾ MA 0 ആണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് 0 ആണ്. FA ഈസ് ഈക്വൽ ടു FB. ഈ കേസിൽ എന്താ വരിക, FA പ്രൈം ഈസ് ഈക്വൽ ടു FB പ്രൈം. നേരത്തെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. FA ഈക്വൽ ടു FA പ്രൈമും FB ഈക്വൽ ടു FB പ്രൈമും. അപ്പം FA പ്രൈം ഇസ് ഈക്വൽ ടു FB പ്രൈം. അപ്പം ഇത് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ടഗ് ഓഫ് വാറിൽ ഈ കമ്പോല് മത്സരത്തിൽ എയും ജയിക്കൂല ബിയും ജയിക്കൂല, അതൊരു ഡ്രോ ആയിട്ടാണ് അവസാനിക്കുക. ഇനി നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് നോക്കാം. അപ്പാരൻറ്റ് ഫോഴ്സും ട്രൂ ഫോഴ്സും. ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്
ആ മൂവിങ് ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് അപ്പാരന്റ് ഫോഴ്സ് എന്ന് പറയുക. നേരത്തെ ഫിക്ഷ്യസ് ഫോഴ്സ് ഡിഫൈൻ ചെയ്തിരുന്നു. ഫിക്ഷ്യസ് എന്താണ്? ആ ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണ്, അത് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ അപ്പാരന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് seemed to be experienced on a body if it is observed relative to a non-inertial frame. ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. പക്ഷെ ട്രൂ ഫോഴ്സ് എന്നാ ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇനേർഷ്യൽ ഫ്രെയിം. അതായത് ഇനേർഷ്യൽ ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, അതാണ് ട്രൂ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഈ അപ്പാരന്റ് ഫോഴ്സും ട്രൂ ഫോഴ്സും ഫിക്ഷ്യസ് ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ. അതിന് ആ കേസിലും നമ്മൾ 3 ആസ്ട്രോനോട്ട്സിൻ്റെ കേസ് എടുക്കുന്നത്. എ ബി സി ആസ്ട്രോനോട്ട് ഉണ്ട്. എ ബി ക്യൂ 3 ആസ്ട്രോനോട്ട്സ് ഉണ്ട്. 3 സ്പേസ് ഷട്ടിലാണുള്ളത്. എ ബി ക്യൂ 3 സ്പേസ് ഷട്ടിൽ. അപ്പം ഈ ക്യൂവിനെ ഫോളോ ചെയ്തിട്ട് ബിയും എയും ക്യൂ സ്പേസ് ഷട്ടിലിനെ ഫോളോ ചെയ്തിട്ട് സ്പേസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസ്, അതായത് ക്യൂയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസ് എക്സ് ബി ആയിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എയും ക്യൂയും തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസ് എക്സ് എ ആയിട്ട് എടുക്കാം. ആൻഡ് ബിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എക്സ് എ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ബി. ഫിഗറിൽ തന്നെ മനസ്സിലാവും. എക്സ് എ ഈസ് എക്സ് പ്ലസ് എക്സ് ബി. അപ്പം ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഡി എക്സ് എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡി എക്സ് ബി ബൈ ഡി ടി. അതായത് ഡി എക്സ് എ ബൈ ഡി ടി എന്നാ വി എ ഇസ് വി എ ഇസ് ഈക്വൽ ടു വി ബി പ്ലസ് വി സീറോ ആയിട്ട് എടുക്കാം. വി സീറോ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ക്യൂ സ്പേസ് ഷട്ടിൽ. ഇത് ഈ കേസിൽ, ഈ 3 കേസിൽ 2 സ്പേസ് ഷട്ടിൽ പറഞ്ഞല്ലോ, എയും ബിയും. ഇതിൽ എ എന്ന് പറയുന്നത് ഇനേർഷ്യൽ ആയിട്ടാണ് എടുക്കുന്നത്, അതായത് ആക്സിലറേഷൻ 0 ആയിട്ടാണ് എടുക്കുന്നത്. ബിയുടെ കേസിൽ നോൺ ഇനേർഷ്യൽ ആണ്. നോൺ ഇനേർഷ്യൽ ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ എ ആക്സിലറേഷൻ ഉണ്ട്. ഇനി ഈ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടി എടുത്താൽ എന്ത് കിട്ടും? എക്സ് എ ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് A0. ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. മാസ് കൊണ്ട് ഗുണിച്ചാൽ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എം എ ഈക്വൽ ടു എം എ ബി പ്ലസ് എം എ 0. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നിന്ന്? എഫ് എ ഈസ് ഈക്വൽ ടു എഫ് ബി പ്ലസ് F0. F0 ആണ് ഇവിടെ ട്രൂ ഫോഴ്സ്. അതായത് ക്യൂവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആക്സിലറേഷൻ ആണ് അവിടെ ട്രൂ ഫോഴ്സ്. F0 ആണ് ട്രൂ ഫോഴ്സ്. ബി ഇവിടെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അപ്പം എന്നാ ഫിക്ഷ്യസ് ഫോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അപ്പാരന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ട്രൂ ഫോഴ്സ് പ്ലസ് ഫിക്ഷ്യസ് ഫോഴ്സ്. അപ്പാരന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ട്രൂ ഫോഴ്സ് പ്ലസ് ഫിക്ഷ്യസ് ഫോഴ്സ്. ഇതാണ് അപ്പാരന്റ് ഫോഴ്സും ട്രൂ ഫോഴ്സും ഫിക്ഷ്യസ് ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ. ഈ ഒരു റിലേഷൻ മാത്രം മതി. ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത്. പക്ഷെ ന്യൂട്ടൻ്റെ 3 ലോസിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 സ്റ്റേറ്റ്മെൻറ്റും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് എന്താണെന്ന് നോക്കാം. കൺസ്ട്രെയിൻ ഇറ്റ് ഇസ് എ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതായത് ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയിൽ ഉണ്ടാകുന്ന റെസ്ട്രിക്ഷനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഈ കൺസ്ട്രെയിൻ കാരണം ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയും. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ എന്നാ നമ്മുടെ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം, ആ ഫ്രീഡം കുറയും.
അപ്പം നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് എടുത്താൽ ഇതാണ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ഈ ലെങ്ത് ഇവിടെ ഒരു കൺസ്ട്രെയിൻ ആണ്. ഈ ലെങ്ത്തിൽ കൂടുതലോ അല്ലെങ്കിൽ ഈ ലെങ്ത്തിൽ കുറവോ പോകാൻ വേണ്ടിയിട്ട് ഈ പെൻഡുലത്തിന് പറ്റൂല. അപ്പം ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് കൺസ്ട്രെയിൻ ഇക്വേഷൻ. അതായത് x² + y² = L². ഇതാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര? ടോട്ടൽ ഒരു 3D സ്പേസിലായതുകൊണ്ട് തന്നെ 3 ആണ് ശരിക്കും അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ ലെങ്ത് ഒരു കൺസ്ട്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുമ്പം അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താവും? 2 ആയിട്ട് കുറയും. അപ്പം 2 ആയിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ. അപ്പം എന്ത് മനസ്സിലാക്കാം? കൺസ്ട്രെയിൻ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയും. ഈ കൺസ്ട്രെയിൻ ഉള്ളത് 2 മാർക്കിൻ്റെ കേസിലെല്ലാം ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് കൺസ്ട്രെയിൻ, വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ. ഇത് മിക്കപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ന്യൂട്ടൺസ് ലോസിൻ്റെ 2-3 ലിമിറ്റേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അറ്റോമിക് കേസിലും അറ്റോമിക് ഡയമെൻഷൻ അതായത് ഓൾമോസ്റ്റ് 10⁻⁻10ൻ്റെ കേസിലും പിന്നെ റിലേറ്റീവ് പാർട്ടിക്കിൾസിൻ്റെ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിൻ്റെ കേസിലും ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ 2 ലിമിറ്റേഷൻസ് ഓർത്തു വെക്കണം. ഇനി ഫ്രൈറ്റ് ട്രെയിൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാ കൊല്ലവും ചോദിക്കുന്നതാണ് ഫ്രൈറ്റ് ട്രെയിൻസ്. ഒന്നുകിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അലോങ് വിത്ത് ന്യൂട്ടൺസ് ലോ ആയിരിക്കും. അപ്പം ഫ്രൈറ്റ് ട്രെയിൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബോഗീസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇത് ഒരു n നമ്പർ ഓഫ് ബോഗീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. സാധാ ട്രെയിൻ തന്നെ, ട്രെയിൻ പോലെ തന്നെ നമ്പർ ഓഫ് ബോഗീസ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ് ഫ്രൈറ്റ് ട്രെയിൻ. അപ്പോൾ ഈ കേസിൽ നമ്മൾ 3 ബോഗിയാണ് കൺസിഡർ ചെയ്യുന്നത്. 1, 2, 3. 3ൻ്റെയും മാസ് ആണ്, m ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാസ് എത്രയാണ് കിട്ടുക? ടോട്ടൽ മാസ് 3m ആയിരിക്കും. ടോട്ടൽ മാസ് 3m ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F is equal to 3ma മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഹോൾ ട്രെയിനിൻ്റെ ആക്സിലറേഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ F is equal to 3ma. അപ്പം ഒരു ബോഗിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ എത്രയായിരിക്കും? A is equal to F/3m. ഇതാണ് ഒരു ബോഗിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ. അപ്പം ടോട്ടൽ ഫോഴ്സിന് നമുക്ക് എങ്ങനെയായിട്ട് എഴുതാൻ പറ്റും? അല്ലെങ്കിൽ സപ്പോസ് 3ാമത്തെ ബോഗി മാത്രം കൺസിഡർ ചെയ്യുക. 3ാമത്തെ ബോഗിയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തൊക്കെയായിരിക്കും? F3 എന്ന് പറയുന്നത് ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, ഒബ്വിയസ് ആയിട്ട്. Fg ഉണ്ടാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നതോടുകൂടി തന്നെ നോർമൽ ഫോഴ്സ് ഉണ്ടാവും, റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. Fn ഉണ്ടാവും. പ്ലസ് 2ാമത്തെ ബോഗി കാരണം 3ാമത്തെ ബോഗിയിൽ ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് കൂടി ഉണ്ടാവും, F32. അതും ഉണ്ടാവും. അപ്പം ടോട്ടൽ 3 ഫോഴ്സ് ഉണ്ടാവും. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും നോർമൽ ഫോഴ്സും ഒരേ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ടോട്ടൽ എങ്ങനെ എഴുതാൻ പറ്റും? F3 എന്ന് പറയുന്നത് F32 മാത്രമായിട്ട് എഴുതാൻ പറ്റും. F32 ഇസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, F/3m. ഇതാണ് m ക്യാൻസലായി. അപ്പോൾ F3 എന്ന് പറയുന്നത് F/3 ആണ്. തേർഡ് ബോഗിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F/3 ആണ്. ഇനി ഇതേപോലെ സെക്കൻഡ് ബോഗിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ബോഗിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F2 എന്ന് പറയുന്നത് സെക്കൻഡ് ബോഗിയിൽ തേർഡ് ബോഗി കൊണ്ടുണ്ടാവുന്നതും ഫസ്റ്റ് ബോഗി കൊണ്ടുണ്ടാവുന്ന 2 ഫോഴ്സ് ഉണ്ടാവും. അപ്പം F21 പ്ലസ് F32 മൈനസ് ഓഫ് F23യും രണ്ടും സെയിം ആണ്. അതായത് F21 പ്ലസ് മൈനസ് ഓഫ് F32 ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പം F21 എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്.
ഇതാ F21 എന്ന് പറയുന്നത് എന്താ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, മാസ് ഇൻറ്റു F/3m. അപ്പോൾ ടോട്ടൽ എത്ര? F/3. F21 എന്ന് പറയുന്നത് F/3 ആണ്. അപ്പം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? F2 is equal to F/3 plus minus of F/3 minus of F/3. അപ്പം എന്ത് കിട്ടും? 2F/3. അതായത് F2ൽ ആക്ട് ചെയ്യുന്നത് 2F/3 ആയിരിക്കും. അപ്പം F1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? F1ൽ ആക്ട് ചെയ്യുന്നത് ഈ രണ്ട് ഫോഴ്സിൻ്റെയും സം ആയിരിക്കും. F2 പ്ലസ് F3 ആയിരിക്കും. അതായത് എഫ് ആയിരിക്കും F1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ നമുക്കിതിനെ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? സപ്പോസ് ഒരു n നമ്പർ ഓഫ് ബോഗീസ് ഉണ്ട് എന്ന് വിചാരിക്കും. n നമ്പർ ഓഫ് ബോഗീസ് ഉണ്ടാവുന്ന കേസിൽ ഒരു nth ബോഗിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ Fn is equal to NF/n ആയിരിക്കും. അപ്പം ഈ Fn എന്ന് പറയുന്നത് ടോട്ടൽ, ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബോഗീസ്, സ്മോൾ n എന്ന് പറയുന്നത് nth ബോഗി, ആൻഡ് F എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ആയിരിക്കും. അപ്പം ഇത് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സോ അടുത്തൊരു കേസ് വെഡ്ജ് ആൻഡ് ബ്ലോക്കിലേക്ക് പോവാം. വെഡ്ജ് ആൻഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്നാ? വെഡ്ജ് എന്ന് വെച്ചാൽ എന്നാ? ഒരു ചെരിഞ്ഞൊരു പ്രതലത്തിനെയാണ് വെഡ്ജ് എന്ന് പറയുക. ആ വെഡ്ജിൽ ഒരു മാസ് എമ്മിലൊരു ബ്ലോക്ക് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പം എങ്ങനെയാണ് ഇതിനെ എങ്ങനെയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് ബ്ലോക്ക്. ഈ ബ്ലോക്കിന്ന് ഇത് y ആക്സസ്, ഇത് x ആക്സസ്, ഇതൊരു x ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക, ആൻഡ് ഇത് y ഡിസ്റ്റൻസ് ആണ്. അപ്പം ഈ ഹൈറ്റിന ഈ വെഡ്ജ് x ആക്സിസുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിനെ h എന്ന് വിളിക്കാം, ആൻഡ് ഇത് ക്യാപിറ്റൽ X ആണ്. അപ്പോൾ ഇതൊരു ഈ ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കാം. ഈ ട്രയാങ്കിൾ ABC ട്രയാങ്കിൾ ആയിട്ട് എടുക്കുക. അപ്പം ഈ ഡിസ്റ്റൻസ് x ആണ്, സ്മോൾ x ആണ്, ഇത് ക്യാപിറ്റൽ X ആണ്, ഇത് h, ആൻഡ് ഈ ഡിസ്റ്റൻസ് y. അപ്പം ട്രയാങ്കിൾ ABCയിൽ ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അതായത് BC/AC ആണ് ടാൻ തീറ്റ. BC/AC എന്ന് പറഞ്ഞാൽ BC എന്താണ്? y മൈനസ് h ബൈ x മൈനസ് x, അതായത് സ്മോൾ x മൈനസ് ക്യാപിറ്റൽ X. ഇതാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ y എന്താണ്? y ഈക്വൽ ടു h പ്ലസ് x മൈനസ് x ഇൻറ്റു ടാൻ തീറ്റ. ഇതാണ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ. ഈ കേസിൽ വെഡ്ജ് ആൻഡ് ബ്ലോക്കിൽ ഈ ഇക്വേഷനാണ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? dy/dt is equal to dh/dt plus dx/dt minus dX/dt into tan theta. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. പക്ഷേ എച്ച് കോൺസ്റ്റൻ്റ് ആണ്. ഈ കേസിൽ എച്ച് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് dh/dt എന്നുള്ള സാധനം 0 ആയിരിക്കും. അപ്പം dy/dt എങ്ങനെ എഴുതാൻ പറ്റും? dy/dt is equal to dx/dt minus dX/dt into tan theta. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എങ്ങനെ എഴുതാൻ പറ്റും? ഡോട്ടായിട്ട് എഴുതാൻ ഞാൻ, അതായത് y ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു x ഡബിൾ ഡോട്ട് മൈനസ് ക്യാപിറ്റൽ X ഡബിൾ ഡോട്ട് ഇൻറ്റു ടാൻ തീറ്റ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും.
അപ്പം ഇതാണ് ആക്സിലറേഷൻ. dy/dt, d²y/dt² ആണ് y ഡബിൾ ഡോട്ട്. അപ്പം ഇതെന്നാണ് ആക്സിലറേഷൻ. അപ്പോൾ വിത്തൗട്ട് നോയിങ് എനിത്തിങ് അബൌട്ട് ദ ഫോഴ്സിനെ പറ്റി ഒരു ധാരണയില്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ കൊണ്ട് ഈ ആക്സിലറേഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ വെഡ്ജ് ആൻഡ് ബ്ലോക്കിൻ്റെ കേസ്. ഇതേ കേസ് വെഡ്ജ് ആൻഡ് ബ്ലോക്കിൻ്റെ കേസ് വിത്ത് ഫ്രിക്ഷൻ കൂടി ഇനി അടുത്ത ടോപ്പിക്കിൽ വരുന്നുണ്ട്. സോ ആറ്റ്വുഡ് മെഷീൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ആറ്റ്വുഡ് മെഷീനിൽ ഉണ്ടാവുന്നുണ്ട്. എല്ലാം ഡെറിവേഷൻ ആണ്. ഈ യൂണിറ്റിൽ നിന്ന് മോസ്റ്റ്ലി ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പ്രോബ്ലം ടൈപ്പ് കുറവാണ്. അപ്പം 3 മാർക്കിൻ്റെ പ്രോബ്ലം സെക്ഷനിൽ ഡെറിവേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരു കൊല്ലം 4 ക്വസ്റ്റ്യൻ, ഓൾമോസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് തന്നെ ഈ യൂണിറ്റിൽ നിന്ന് മാത്രം ആ പാർട്ട് സിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആറ്റ്വുഡ് മെഷീൻ എന്താണെന്ന് നോക്കാം. ആറ്റ്വുഡ് മെഷീൻ എന്ന് വെച്ചാൽ എന്നാ, ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് 2 മാസ് ഒരു പുള്ളിയിൽ തൂക്കിയിട്ടതിനെയാണ് ആറ്റ്വുഡ് മെഷീൻ എന്ന് പറയുന്നത്. ഇതും +2 ഡിറൈവ് ചെയ്തിട്ടുള്ള സാധനമാണ്, +2 പഠിച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ M1 എന്ന് പറയുന്നത് ഈ മാസിനെയാണ് M1, ഇത് M2 മാസാണ്. അപ്പം M1 y1 ഡിസ്റ്റൻസിലാണുള്ളത്, M2 y2 ഡിസ്റ്റൻസിലാണുള്ളത്. ഈ പുള്ളിയിലേക്കുള്ള ഡിസ്റ്റൻസിനെ yp എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം സ്ട്രിങ്ങിലേക്ക് ടെൻഷൻ ആക്ട് ചെയ്യും, 2 മാസിൻ്റെയും ഓപ്പോസിറ്റായിട്ട് ടെൻഷൻ ആക്ട് ചെയ്യും, മുകളിലേക്ക് ടെൻഷൻ ആക്ട് ചെയ്യും. അപ്പം 2 മാസിനും ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട്, M1g M2g, രണ്ടും താഴേക്ക് ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ടാവും. അപ്പം നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ എഴുതാൻ പറ്റും, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ എഴുതാൻ പറ്റും. അപ്പം ടോട്ടൽ ഫോഴ്സ് M1ലുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് F1 = T മൈനസ് M1g ആയിരിക്കും. ഈ ടെൻഷൻ മൈനസ് താഴേക്കില്ലേ ഗ്രാവിറ്റേഷണൽ വെയിറ്റ് ആയിരിക്കും F1 എന്ന് പറയുന്നത്. അപ്പം F1നെ എങ്ങനെ എഴുതാം? F1 ഈസ് M1A1. M1ൽ ഉണ്ടാവുന്ന ടോട്ടൽ ആക്സിലറേഷൻ ഇൻറ്റു വെയിറ്റ് ഓഫ് M1 ആണ് F1. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? M1A1 = T മൈനസ് M1g. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതേപോലെ തന്നെ സെക്കൻഡ് മാസിൻ്റെ കേസിലും സെക്കൻഡ് ഇക്വേഷൻ എഴുതാൻ പറ്റും. അതായത് M2A2 = T മൈനസ് M2g, രണ്ടും എഴുതാൻ പറ്റും. ഇത് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ 2 ഇക്വേഷനായി. M1 = T മൈനസ് M1g, M2A2 T മൈനസ് M2g. അപ്പം ടോട്ടൽ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് എന്ന് പറയുന്നത് yp മൈനസ് y1 പ്ലസ് πr പ്ലസ് yp മൈനസ് y2. ഇതെങ്ങനെയാണ് വന്നേ? yp മൈനസ് y2 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, yp മൈനസ് y1 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. πr എങ്ങനെ വന്നേ? ഈ പുള്ളി ഇത്ര പോലെയുള്ള ഡിസ്റ്റൻസ് ആണ് πr. ടോട്ടൽ സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr ആണ്. അപ്പം അതിൻ്റെ ഹാഫ് പെരിമീറ്റർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ πr. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് എന്ന് പറയുന്നത് yp മൈനസ് y1 പ്ലസ് πr പ്ലസ് yp മൈനസ് y2. അപ്പം ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? L ഡബിൾ ഡോട്ട് ഓഫ് 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പം L ഡബിൾ ഡോട്ട് = yp ഡബിൾ ഡോട്ട് മൈനസ് y1 ഡബിൾ ഡോട്ട് പ്ലസ് πr ഡബിൾ ഡോട്ട് പ്ലസ് yp ഡബിൾ ഡോട്ട് മൈനസ് y2 ഡബിൾ ഡോട്ട്. ഇങ്ങനെ എഴുതാൻ പറ്റും. പക്ഷേ എല്ലും ആറും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? L ഡബിൾ ഡോട്ട് = R ഡബിൾ ഡോട്ട് = 0. അപ്പം ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 0 = 2yp ഡബിൾ ഡോട്ട് മൈനസ് y1 ഡബിൾ ഡോട്ട്
പ്ലസ് y2 ഡബിൾ ഡോട്ട്. ഇങ്ങനെ ഈ ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പം ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതി. സപ്പോസ് വൈ പി ഡബിൾ ഡോട്ടിനെ നമ്മൾ ആക്സിലറേഷൻ, അപ്വേർഡ് ആക്സിലറേഷൻ ഓഫ് ദ പുള്ളിയായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്വേർഡ് ആക്സിലറേഷൻ ഓഫ് ദ പുള്ളിയായി കൺസിഡർ ചെയ്യുന്ന സമയത്ത് y1 ഡബിൾ ഡോട്ട് പ്ലസ് y2 ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു 2yp ഡബിൾ ഡോട്ട്. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വിളിച്ചു, ഈ ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഇനി ഓക്കെ ഇനി ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 ഇല്ലേ, ഈ ഇക്വേഷൻ നമ്പർ 1നെ m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? m1 y1 ഡബിൾ ഡോട്ട് പ്ലസ് m2 y2 ഡബിൾ ഡോട്ട് ഇസ് 2t മൈനസ് w പ്ലസ് w2. ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് m1 y1 ഡബിൾ ഡോട്ട് ഇസ് t മൈനസ് w1, അതായത് m1 g1, ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ m2 y2 ഡബിൾ ഡോട്ട് ഇസ് t മൈനസ് w2, അതായത് m2 g. അതായത് ഈ രണ്ട് ഇക്വേഷൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിന് നമുക്ക് ഈ w1നെയും w2നെയും 2t മൈനസ് m1g പ്ലസ് m2g എന്ന് എഴുതാൻ പറ്റും. w1 എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഫസ്റ്റ് വൺ ആൻഡ് w2 എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ സെക്കൻഡ് വൺ. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ g പുറത്തേക്ക് എടുക്കുക, 2t മൈനസ് g ഇൻറ്റു m1 പ്ലസ് m2. ഓക്കെ, ഇത്ര വരെ ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതിയൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, y ഡബിൾ ഡോട്ട് ഇസ് 2a മൈനസ് y1 ഡബിൾ ഡോട്ട്. ഈ ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ നേരത്തെ എഴുതിയ തൊട്ട് മുകളിൽ എഴുതിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? m1 y1 ഡബിൾ ഡോട്ട് പ്ലസ് m2 ഇൻറ്റു 2a മൈനസ് y1 ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു 2t മൈനസ് g ഇൻറ്റു m1 പ്ലസ് m2. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ഈ ഒരു ഇക്വേഷനിൽ t പുറത്തെടുത്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ t is equal to 2a plus g into m1 m2 by m1 plus m2. ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ കേസിൽ നിന്ന് y1 ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു 2a plus g into m2 മൈനസ് m1g by m1 plus m2. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഇതേപോലെ തന്നെ y2ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. y2യുടെ കേസിൽ എന്താവും? m2 എന്നുള്ളത് m1 ആവും, m1 എന്നുള്ളത് m2 ആവും. അപ്പം y2 ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് 2a പ്ലസ് ജി ഇൻറ്റു m1 മൈനസ് m2g ബൈ m1 പ്ലസ് m2 ആയിരിക്കും. ഓക്കെ, അപ്പം y1ഉം y2ഉം കിട്ടി. ഇനി സപ്പോസ് m1ഉം m2ഉം ഈക്വൽ ടു m ആണെന്ന് വിചാരിക്കും. ആ ഒരു കേസിൽ m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m. ഈ ഒരു കേസിൽ y2 ഡബിൾ ഡോട്ടും y1 ഡബിൾ ഡോട്ടും സെയിം ആയിരിക്കും. അതെത്രയായിരിക്കും? അപ്പം t എന്ന് പറയുന്നത് m ഇൻറ്റു എ പ്ലസ് ജി ആയിരിക്കും. എ എന്ന് പറയുന്നത് അപ്വേർഡ് ആക്സലറേഷൻ ഓഫ് ദ പുള്ളിയാണ്, m മാസാണ്, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇതാണ് ഈ ഒരു ആറ്റ്വുഡ് മെഷീനിൽ പഠിക്കാനുള്ളത്. y ഡബിൾ ഡോട്ട് ആക്സലറേഷൻ a1ഉം ആക്സലറേഷൻ a2ഉം പ്ലസ് ടെൻഷൻ ഓൺ ദ സ്ട്രിങ്ങുമാണ് ഈ ആറ്റ്വുഡ് മെഷീനിൽ ഡെറിവേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ ഇനി ബ്ലോക്ക് ഇൻ സ്ട്രിങ് ഒന്ന് നോക്കാം. ബ്ലോക്ക് ഇൻ സ്ട്രിങ് എന്ന് വെച്ചാൽ എന്താ? ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത്
ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ കറക്കുന്നു. 2 ഡയറക്ഷനിൽ നമുക്ക് കറക്കാം. ഇങ്ങനെയും കറക്കാം, ഇങ്ങനെയും കറക്കാം. ഇത് വെർട്ടിക്കലായിട്ട് കറക്കുന്നതും ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കറക്കുന്നതും ഇത് വെർട്ടിക്കൽ പ്ലെയിനിൽ കറക്കുന്നതുമാണ്. 2 കേസിലും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊന്ന് നോക്കുക. whirling in the horizontal plane. First case, whirling in the horizontal plane ആണ്. Centripetal force for the whirling is provided by the tension on the string. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. Centripetal force for the whirling is provided by the tension on the string. അതായത് ഈ വേൾ ചെയ്യാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷനാണ്. ഇതാണ് ഈ ഹൊറിസോണ്ടൽ വേളിങ്ങിൽ പ്രൂവ് ചെയ്യാനുള്ളത്. പ്രൂഫ് ഉണ്ട്, ഡെറിവേഷൻ ഉണ്ട്. ചെറിയൊരു ഡെറിവേഷനാണ്. അപ്പം ഫോഴ്സ് ഓൺ ദ ബ്ലോക്ക് എന്തായിരിക്കും? F is equal to MAR ആയിരിക്കും. AR എന്ന് പറയുന്നത് റേഡിയൽ ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്ക്. റേഡിയൽ ആക്സിലറേഷൻ AR എന്ന് പറയുന്നത് R ഡബിൾ ഡോട്ട് മൈനസ് R തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് 2. R ഡബിൾ ഡോട്ട് മൈനസ് R തീറ്റ ഡോട്ട് സ്ക്വയർ ആണ് റേഡിയൽ ആക്സിലറേഷൻ. അപ്പം ടോട്ടൽ എന്തായിരിക്കും? F is equal to M into R double dot minus R theta dot square. ഇതാണ് ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, ഇനി ഓൺലി ഫോഴ്സ് ഓൺ ദ ബ്ലോക്ക് ഇസ് ടെൻഷൻ. അതായത് ആകെ കൂടി ഫോഴ്സ് ഉണ്ടാകുന്നത് ടെൻഷനാണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു -T ആയിരിക്കും. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്കിന് എവേ ആയിരിക്കും, മാസിന് എവേ ആയിരിക്കും ആക്ട് ചെയ്യുക. അപ്പം F is equal to -T. അപ്പം -T എന്താണ്? M into R ഡബിൾ ഡോട്ട് മൈനസ് R തീറ്റ ഡോട്ട് സ്ക്വയർ. ഇതൊരു ഇക്വേഷനായിട്ട് എടുക്കുക, ഇക്വേഷൻ A. ഇനി കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറിൻ്റെ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറുന്നില്ല. R ഈക്വൽ ടു ക്യാപിറ്റൽ R. ഈ ഒരു സാധനം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ R ഡബിൾ ഡോട്ട് എന്താവും? 0 ആവും. അതായത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഡെറിവേറ്റീവ് ഉണ്ടാവില്ല, 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ടെൻഷൻ എന്തായി മാറും? -T ഇസ് M into മൈനസ് R ഡബിൾ ഡോട്ട് സ്ക്വയർ. അതായത് -MR തീറ്റ ഡോട്ട് സ്ക്വയർ. അപ്പം മൈനസും ക്യാൻസലായി. T ഇസ് ഈക്വൽ ടു MR തീറ്റ ഡോട്ട് സ്ക്വയർ. ഇങ്ങനൊരു ടെൻഷൻ കിട്ടും. ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് MR തീറ്റ ഡോട്ട് സ്ക്വയർ. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻഷനാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ വേളിങ്ങിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ്. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. ആൻഡ് സെക്കൻഡ് കേസ്, വേളിങ് ഇൻ വേർട്ടിക്കൽ പ്ലെയിൻ്റെ കേസിൽ, വേർട്ടിക്കൽ പ്ലെയിൻ ഇങ്ങനെ കറക്കുന്ന കേസിൽ, ആ ഒരു കേസിൽ എന്താ സംഭവിക്കുക നോക്കുക. മാസ് M ആണ്. മാസ് M ഇസ് വേൾഡ് വിത്ത് സ്പീഡ് V ആൻഡ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് R ആണ്. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ 2 ഫോഴ്സ് ഉണ്ടാവും. റേഡിയൽ ഫോഴ്സും ഉണ്ടാവും, ടാൻജൻഷ്യൽ ഫോഴ്സും ഉണ്ടാവും. 2 ഫോഴ്സിൻ്റെയും ഇക്വേഷൻ. റേഡിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് -T മൈനസ് W സൈൻ തീറ്റ ആയിരിക്കും, ഈക്വൽ ടു MA. W സൈൻ തീറ്റ, mg എന്ന് പറയുന്ന വെയ്റ്റിനെ 2 കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് W സൈൻ തീറ്റയും സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് W കോസ് തീറ്റയും ആയിരിക്കും. കോസ് തീറ്റ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ആയിരിക്കും, സൈൻ തീറ്റ റേഡിയൽ കമ്പോണൻ്റ് ആയിരിക്കും. ഇതാണ് റേഡിയൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. സോ റേഡിയൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ARS, ഇപ്പം എഴുതിയത് R ഡബിൾ ഡോട്ട് മൈനസ് R തീറ്റ ഡോട്ട് സ്ക്വയർ. അപ്പോൾ -T മൈനസ് W സൈൻ തീറ്റ ഈസ് M into R ഡബിൾ ഡോട്ട് മൈനസ് R തീറ്റ ഡോട്ട് സ്ക്വയർ. ഇതായിരിക്കും. അപ്പം ഇനി ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ കേസിലോ, ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ കേസിൽ -W കോസ് തീറ്റ ഈസ് MA തീറ്റ. A തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷൻ ആണ്.
ഓക്കെ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. ഇത് റേഡിയൽ ആക്സിലറേഷൻ ആണ്. ഇനി ടാൻജൻഷ്യൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്നാ എ തീറ്റ എന്ന് പറയുന്നത് ആർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2r തീറ്റ ഡോട്ട് ആണ്. തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. അപ്പം നെറ്റ് ഫോഴ്സ് ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് ഡബ്ല്യു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ആർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2r തീറ്റ ഡോട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും, അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനും ഇത് സെക്കൻഡ് ഇക്വേഷനും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി ഓക്കെ, ഇനി നേരത്തെ എഴുതിയ ഫസ്റ്റ് ഇക്വേഷനിൽ മൈനസ് ടി മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ. കാരണം ആർ കോൺസ്റ്റൻ്റ് ആണ്, കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ ആണ്. ആർ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും, ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, ആർ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ഇക്വേഷൻ ഇങ്ങനെ റിഡ്യൂസ് ചെയ്യും, മൈനസ് എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞത് വി സ്ക്വയർ ബൈ ആർ ആണ്. വി സ്ക്വയർ ബൈ ആർ ആണ്. ഇതിൽ ആറിൻ്റെ എന്താണ്? ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ ആർ ആണ് ഈ കേസിൽ ആർ. കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ ആണ്, സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഇതാണ് ഇക്വേഷൻ. അപ്പം മൈനസ് ടി മൈനസ് ഡബ്ല്യു സൈൻ തീറ്റേനെ എങ്ങനെ എഴുതാൻ പറ്റും? എം ഇൻറ്റു വി സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ. ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ടോട്ടൽ ടെൻഷൻ എന്ന് പറയുന്നത് എം വി സ്ക്വയർ ബൈ ആർ പ്ലസ് ഡബ്ല്യു സൈൻ തീറ്റ ആയിരിക്കും, മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ ആയിരിക്കും. ഒരു മൈനസ് ഇവിടെ ഉണ്ട്. ഈ മൈനസ് ടി ഇതിനെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ ആയിരിക്കും. ദ ടെൻഷൻ ഇസ് എം വി സ്ക്വയർ ബൈ ആർ മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ. പക്ഷേ ഹൊറിസോണ്ടൽ കേസിൽ എങ്ങനെയാണ് ഉണ്ടായ? ടെൻഷൻ എന്ന് പറയുന്നത് എം വി സ്ക്വയർ ബൈ ആർ മാത്രമായിരുന്നു. സെൻട്രിപെറ്റൽ ഫോഴ്സിന് ടെൻഷൻ ആയിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ എന്തായി? ഇതിൻ്റെ കൂടെ ഈ ഒരു ടേം കൂടി വന്നു, ഡബ്ല്യു സൈൻ തീറ്റ. എം ജി കൂടി ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഈ കേസിൽ ഇപ്പം നേരത്തെ എഴുതിയ ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ എഴുതി. ഇതിൽ നിന്ന് എം വി സ്ക്വയർ ബൈ ആർ പുറത്തെടുത്താൽ എന്ത് ചെയ്യും? എം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു 1 മൈനസ് ജി ആർ ബൈ വി സ്ക്വയർ സൈൻ തീറ്റ. അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് എം ജി ആണ്. എം വി സ്ക്വയർ ബൈ ആർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ജി ഇൻറ്റു ആർ ബൈ വി സ്ക്വയർ. എന്താ? ജി ഇൻറ്റു ആർ ബൈ വി സ്ക്വയർ. ഇങ്ങനെ ഒരു ടേം ഇൻറ്റു സൈൻ തീറ്റ എന്നുള്ളൊരു ടേം ഉണ്ടാവും. ഓക്കെ, ഇനി ഈ കേസിൽ ടിക്ക് നെഗറ്റീവ് ആകാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? സ്ട്രിങ് ക്യാൻ പുൾ ബട്ട് കനോട്ട് പുഷ്. ആ ഒരു പുള്ള് സ്ട്രിങ്ങിന് ചെയ്യാൻ പറ്റും, പക്ഷെ പുഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ? ടെൻഷൻ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പം എന്താ? എം വി സ്ക്വയർ ബൈ ആർ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഡബ്ല്യു സൈൻ തീറ്റ ആയിരിക്കും ഈ ഒരു ഇക്വേഷൻ. ടെൻഷൻ ഒരിക്കലും നെഗറ്റീവ് ആവില്ല, ടെൻഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പം എം വി സ്ക്വയർ ബൈ ആർ ഗ്രേറ്റർ ദാൻ സൈൻ തീറ്റ ആയിരിക്കും. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ, ഈ ഒരു കേസ് അല്ലെങ്കിൽ, ടെൻഷൻ നെഗറ്റീവ് അല്ലെങ്കിൽ ഇതൊരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യില്ല, ഓക്കെ. അപ്പം ആ ഒരു കേസിൽ എന്തായിരിക്കും? ആർ ഡോട്ട് 0 ആയിരിക്കും. സർക്കുലർ പാത്ത് ഫോളോ ചെയ്യാത്ത കേസിൽ ആർ ഡോട്ട് 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ വേർട്ടിക്കൽ പ്ലെയിൻ്റെ കേസിൽ, വേളിംഗ് ഇൻ വേർട്ടിക്കൽ പ്ലെയിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പം
ഹൊറിസോണ്ടൽ കേസിൽ ടെൻഷൻ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ വെർട്ടിക്കൽ കേസിൽ ഒരു എക്സ്ട്രാ ഡബ്ല്യു സൈൻ തീറ്റ എന്നുള്ളൊരു ടേം കൂടി വരും. എം ജി കൂടി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് വേർളിംഗ് ഇൻ വെർട്ടിക്കൽ പ്ലെയിനിൽ. അപ്പോൾ നെക്സ്റ്റ് യൂണിറ്റ്സ് ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇത് +1 സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പഠിച്ചൊരു കാര്യമാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, യൂണിറ്റ്സ്, അതിൻ്റെ ടൈം മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന്. ഒരു യൂണിറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. സാധാരണഗതിയിൽ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യുന്നത് ഒബ്ജക്റ്റ് വെച്ചിട്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ 1 മീറ്റർ, അങ്ങനെ 1 മീറ്ററിനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? പ്ലാറ്റിനം ഇറോഡിയം റോഡിൻ്റെ ലെങ്തിനെയായിരുന്നു 1 മീറ്റർ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ ഇപ്പോൾ 1 മീറ്ററിൻ്റെ ഡെഫിനേഷൻ മാറി. ഈ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചത്. അതായത് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ വാക്വം ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവെൽ. ഈ ടൈം ഇൻ്റർവെൽ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇതാണ് ഡെഫിനിഷൻ എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ടൈം ഇൻ്റർവെൽ ഓഫ് 1/3 × 10⁸ ഓഫ് എ സെക്കൻഡ്. ഇതാണ് 1 മീറ്ററിൻ്റെ ഡെഫിനിഷൻ. സിമിലർലി 1 സെക്കൻഡിൻ്റെ ഡെഫിനിഷൻ, ദ ടൈം ദറ്റ് elapses ഡ്യൂറിങ് ഇതുപോലെ സൈക്കിൾ, അതായത് 9192 631770, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സൈക്കിൾസ് ഓഫ് ദ റേഡിയേഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 ലെവൽസ് ഓഫ് Cesium-133 ആറ്റം. ഈ Cesium-133 ആറ്റം എന്നുള്ളതൊന്ന് ഓർമ്മിച്ച് വെക്കുക. 1 സെക്കൻഡിൻ്റെ കേസിൽ, 1 മീറ്ററിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ലൈറ്റാണ് ട്രാവൽ ചെയ്യുന്നത്. അതും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ബാക്കി ഇതിൻ്റെ കൺവേർഷനും കാര്യങ്ങളൊക്കെ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. CGS യൂണിറ്റ്, മീറ്റർ സെക്കൻഡ്, ഇതൊക്കെ മുന്നേ അറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. 1 മീറ്റർ എന്ന് വെച്ചാൽ 10⁻³ സെൻറ്റിമീറ്റർ ആണ്. അപ്പം അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടുള്ളതാണ് CGS യൂണിറ്റ് സിസ്റ്റം ഒക്കെ. അപ്പോൾ നെക്സ്റ്റ് ഒരു ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ് നമുക്ക് കാര്യമായിട്ട് നേച്ചറിലുള്ളത്. 4 എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തമ്മിൽ വെച്ചാൽ എന്താ? 2 മാസസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആ ഒരു ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാസ് ആണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ചാർജ് ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഡി കെ കേസിലും ന്യൂക്ലിയർ പാർട്ടിക്കിൾസിൻ്റെ ഡി കെ ഒക്കെയാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്നാ? ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ദാറ്റ് കീപ്സ് ദ ന്യൂക്ലിയസ് ഇൻടാക്ട്. അതായത് ന്യൂട്രോൺസും പ്രോട്ടോൺസും തമ്മിലെ അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിനെയാണ് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് ചെയ്തു നോക്കാം. ഇത് രണ്ടും തമ്മിൽ സിമിലാരിറ്റീസും ഉണ്ട്, ഡിഫറൻസസും ഉണ്ട്. ആദ്യം സിമിലാരിറ്റീസ് ഒന്ന് നോക്കാം. ഇത് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി എന്താ? സിമിലാരിറ്റി ഗ്രാവിറ്റേഷനിലും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിലും രണ്ടും ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. F is proportional to 1/r². ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് രണ്ടും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയാലും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആയാലും രണ്ടും സെൻട്രൽ ഫോഴ്സ് ആണ്. സെൻട്രൽ ഫോഴ്സ് ആണ്, അതായത് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഓർ എവേ ഫ്രം ദ ഫിക്സ്ഡ് പോയിന്റ്. രണ്ടും സെൻട്രൽ ഫോഴ്സ് ആണ്. രണ്ടും കൺസർവേറ്റീവ് ആണ്. ടോട്ടൽ എനർജി ഇസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഫോഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും വീക്കർ ഫോഴ്സ് ആണ്. ഇതാണ് സിമിലാരിറ്റീസ്. 4 സിമിലാരിറ്റീസ് മെഷർ ചെയ്യാൻ പറ്റും. എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r². സെൻട്രൽ ഫോഴ്സ് ആണ് രണ്ടും. കൺസർവേറ്റീവ് ആണ്. കമ്പാരിറ്റീവ്ലി വീക്കർ ഫോഴ്സ് ആണ്. ഇനി ഇത് രണ്ടും തമ്മിലെ ഒരു ഡിഫറൻസസ് നോക്കിക്കഴിഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. 2 മാസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. 2 മാസ് ഒരിക്കലും റിപ്പൾ ചെയ്യൂല. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സോ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ആവാം. ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ആൻഡ് അൺലൈക്ക് ചാർജസ് റിപ്പൽ. അപ്പം ഡിഫറൻസസ് എന്ന് പറയുന്നത്, മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്.
വൈൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് റിപ്പൾസീവ് ആണ്. ഓക്കെ, മെയിൻ ഫോഴ്സ് എന്ന് പറയുന്നത്, മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിയും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഓൾമോസ്റ്റ് 10⁻30 ടൈംസ് ഗ്രേറ്റർ ആണ്, കൂടുതലാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിയും കൂടുതൽ. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുത്താൽ അത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, അതായത് എത്ര ദൂരം ഉണ്ടെങ്കിലും ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഫീൽ ചെയ്യാൻ പറ്റും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലോങ് റേഞ്ച് ആണ്, വൈൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഷോർട്ട് റേഞ്ച് ആണ്. ഒരു പരിധിക്കപ്പുറം ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് മേജർ ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയാൻ അത്രയേ ഉള്ളൂ. അപ്പം ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക, ഇതൊന്ന് ഓർത്ത് വെക്കുക. 4 ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഉണ്ട് ആൻഡ് ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് F is proportional to product of the masses and inversely proportional to the square of the distance between them. ഇപ്പോൾ ഇവിടെ ഒരു മാസ് ഉണ്ട്, M1 M2 ഉണ്ട്, രണ്ടും തമ്മിലെ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഇത് F is proportional to M1 M2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ. G എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അതിൻ്റെ വാല്യൂ G is equal to 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇതിൻ്റെ യൂണിറ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം, വാല്യൂം യൂണിറ്റും. G is 6.67 into 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ഈ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആണ്, അതുകൊണ്ടാണ് ഈ മൈനസ് സൈൻ ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരു ഒബ്ജക്റ്റ്, ഇതൊരു മാസ് M, വേറൊരു മാസ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് R ആണ്, റേഡിയസ് ഓഫ് ദ, ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ സണ്ണോ എർത്തോ ഏതായാലും ഇത് മാസ് M ആണ്. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് സ്മോൾ m ആണ്, ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്, ഈ ഡിസ്റ്റൻസ് സ്മോൾ r ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് സ്മോൾ r ആണ്. അപ്പം ഈ മാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to mg ആയിരിക്കും. അപ്പം ഈ രണ്ട് മാസും തമ്മിലെ ഡിസ്റ്റൻസ്, തമ്മിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് G M1 M2 ബൈ, അതായത് M ബൈ R സ്ക്വയർ ആയിരിക്കും. ഈ R ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? R പ്ലസ് R ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പം ഈ സ്മോൾ ആറിനെ ക്യാപിറ്റൽ ആറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്മോൾ ആർ വെരി വെരി സ്മോൾ ആയിരിക്കും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, G is equal to G ക്യാപിറ്റൽ M ബൈ ക്യാപിറ്റൽ R. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. R സ്ക്വയർ ഉണ്ട്. അപ്പം G is ജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് G is Gm ബൈ R സ്ക്വയർ. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. മൈനസ് സൈൻ ഉണ്ട്, അത് മറന്നുകൂടാം. ഓക്കെ, താഴേക്കാണ് G ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ആ മൈനസ് സൈൻ അവിടെ ഉണ്ടാവും. ആൻഡ് എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ജിയോയിഡ് ആണ്. അപ്പം എല്ലാ സൈഡിലും R സെയിം ആയിരിക്കണം എന്നില്ല. R ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ R കൂടുതലായിരിക്കും, ചിലപ്പോൾ R കുറവായിരിക്കും. ഇപ്പം പോൾസിൻ്റെ കേസിൽ റേഡിയസ് മിനിമം ആണ്, അപ്പം ജിയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും. പക്ഷേ ഇക്വേറ്ററിൻ്റെ കേസിൽ റേഡിയസ് മാക്സിമം ആണ്, അപ്പം ജീൻ്റെ വാല്യൂ ഏറ്റവും കുറവായിരിക്കും. അപ്പം ചേഞ്ച് ഉണ്ടാവും, ഓരോ സ്പേസിനനുസരിച്ചിട്ട്, ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ജിയുടെ വാല്യൂ മാറും. ആ ഫ്രാക്ഷണൽ ചേഞ്ചിന്
ആ ഇക്വേഷൻ മാത്രം മതി, ഡെറിവേഷൻ ആവശ്യമില്ല. g/g is equal to -2h/r. ഇതാണ് അതിൻ്റെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്തിൻ്റെ കേസിലാണിത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതിൻ്റെ സം അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ആൻഡ് ദ ഡെറിവേഷൻസ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ആൻഡ് സം ഫണ്ടമെൻ്റൽ ഫോഴ്സസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ് ഹിയർ ആൻഡ് വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.